Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ നെല്ലിക്ക അച്ചാറാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ നെല്ലിക്ക അച്ചാറിന് കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറിൻ്റെ ആ ഒരു ചവർപ്പൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ അച്ചാർ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു അച്ചാർ തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കിയിട്ട് വരാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. അത്ര ടേസ്റ്റാണ്. വളരെ നാൾ ഇത് ചീത്തയാകാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ അച്ചാറിടാൻ ചെറിയ നെല്ലിക്ക നല്ലതെന്ന് പറയും. ഇത് പക്ഷേ നാടൻ നെല്ലിക്കയേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള നെല്ലിക്കയാണ് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ്. കുറച്ച് വെള്ളവും ഒക്കെ കൂടുതലുള്ള വലിയ ടൈപ്പ് നെല്ലിക്കയില്ലേ, അത് 1 കിലോയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ആദ്യം അപ്പം നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് അതിനകക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനകം തന്നെ പെട്ടെന്ന് വെന്ത് വരും. വെന്തോ ഇല്ലയെന്ന് നമ്മൾ അറിയുന്നത് അത് തുറന്ന് നോക്കിയിട്ട് ഓരോ നെല്ലിക്ക ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാം. പലതും അതിൻ്റെ കുരുവിൽ നിന്ന് വിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ടാകും. അതിൻ്റെ ആ ഒരു നെല്ലിക്കയുടെ മാംസമെല്ലാം അതിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഇതുപോലെ പൊട്ടി വിടർന്ന് വരുന്നുണ്ടാകും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അധികം നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് കളഞ്ഞെടുക്കുക. ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുക. അതിനുശേഷം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെ കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുരു വിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ കപ്പോ പരന്ന പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ചില നെല്ലിക്കയ്ക്ക് അല്പം കട്ടിയുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴേക്കും അത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് ഉടച്ചെടുത്താൽ മതി, അല്ലാതെ അരഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും നെല്ലിക്കയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും. അങ്ങനെ പൊടിഞ്ഞു വരികയാവുള്ളൂ. ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുകയും വേണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് വെന്ത നെല്ലിക്കയാണെങ്കിൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെല്ലിക്കയാണെങ്കിൽ ഇതുപോലെ കപ്പ് വെച്ച് ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. സാധാരണ ജീരകമല്ല, പെരിഞ്ജീരകം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഉലുവയൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരും. അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരികയും ചെയ്യും. കടുക് ചെറുതായിട്ട് പൊട്ടി പുറത്തേക്കൊക്കെ പോകും, അത് കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് ചാടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അറിയാം ഇത് മൂത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ചെറുതായിട്ട് ചൂടൊന്ന് തണുത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടാം, കുഴപ്പമില്ല. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം ഇതൊന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഇതിനകത്ത് വേറെ എരിവ് നമ്മൾ ചേർക്കും. മുളക് പൊടി പോരെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പൊടി കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കുറച്ചായിട്ട് ജീരകവും ഉലുവയൊക്കെ കൂടിയിട്ട് പൊടിച്ചാൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മുളക് പൊടി ഇപ്പോഴേ കുറച്ച് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പോടെ പൊടിച്ചാൽ മതി. ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു തരിതരിപ്പോടെ തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 2 വലിയ വെളുത്തുള്ളി ഫുള്ള് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ടൈപ്പ് വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം, 3 വരെ എടുക്കാം. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12 വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് നമ്മൾ പറയാറില്ല, അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് നല്ല ചൂട് വെള്ളവും ചേർത്തിട്ടാണ് കുതിർത്തിരിക്കുന്നത്. അപ്പോൾ വിനാഗിരി വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വെക്കുമ്പോഴേക്കും മുളക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അതും അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ കടുകൊക്കെ വറുത്ത ആ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് ടേസ്റ്റ്, പ്രത്യേകിച്ച് നെല്ലിക്ക അച്ചാറിന് നല്ലെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/4 കപ്പോളം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്തോ, എത്രയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാദ്യം ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ അത് കയ്യിലേക്ക് തെറിച്ച് വീഴും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് വേണം അത് നന്നായിട്ട് മുരിഞ്ഞു വരാനായിട്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ മുരിച്ചെടുക്കരുത്. നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തലെല്ലാം മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പം നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും നന്നായിട്ട് മൂക്കുമ്പോഴേക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. എന്നിട്ടൊരു 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്ക വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് പകരം ആവിയിൽ വെച്ച് വേവിച്ച് ഉടച്ചെടുക്കാം, കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. എനിക്ക് കൂടുതൽ സൗകര്യമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആവിയിൽ വെച്ച് വേവിക്കേണ്ടവർക്ക് ആവിയിൽ വെച്ച് തന്നെ വേവിച്ച് ഉടച്ചെടുക്കാം. ആവിയിൽ വെച്ച് വേവിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും വേകാനായിട്ട്. അപ്പോൾ ഈ നെല്ലിക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയതിന് ശേഷം പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാറിന് എപ്പോഴും നിറയെ എണ്ണയും ഉപ്പും അതുപോലെ തന്നെ വിനെഗറും വേണം, എന്നാൽ മാത്രമേ അച്ചാർ ചീത്തയാകാതെ കാലങ്ങളോളം ഇരിക്കുകയുള്ളൂ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം അച്ചാർ ഇടുന്ന സമയത്ത് അല്പം മുൻപിൽ നിൽക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ്. എന്നാൽ മാത്രമേ ഉപ്പും പുളിയൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ ആ ഒരു അച്ചാറിലേക്ക് അതെല്ലാം പിടിച്ചു കഴിയുമ്പോഴേക്കും നല്ല പാകത്തിനായി വരുള്ളൂ, അതുപോലെ തന്നെ ചീത്തയാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത വിനാഗിരി, ഉപ്പും പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിറയെ ചേർക്കണം. അതിനുശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ആ എണ്ണയിൽ കിടന്ന ആ നെല്ലിക്ക ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പോഴാണ് അത് ചീത്തയാകാതെയൊക്കെ ഇരിക്കുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതും. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയല്ല, നല്ല കട്ടക്കായാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തെങ്കിൽ അത് പോരാ, ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ടീസ്പൂൺ വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് പഞ്ചസാരയും കൂടെ വരുമ്പോഴേക്കും. ആ നെല്ലിക്കയുടെ കുത്തലും ചവർപ്പും ഒന്നും ഒത്തിരി അറിയത്തില്ല. അച്ചാറിന് നല്ലൊരു ബാലൻസ് വരും ആ ടേസ്റ്റിൽ. അപ്പം പഞ്ചസാര ചേർക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അച്ചാറിന് ഞാൻ പറയുന്ന കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം എനിക്ക് ഇത്തിരി ടേസ്റ്റ് ചെയ്തപ്പോൾ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ 2 ടീസ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും മധുരവും അതുപോലെ തന്നെ എണ്ണ, വിനെഗർ ഇതെല്ലാം ചേർത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ് ഈ അച്ചാറിന്. എല്ലാം മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ നല്ലൊരു
ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ നെല്ലിക്ക അച്ചാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 3 ആഴ്ച വരെയൊക്കെ പുറത്ത് ഒരു കുഴപ്പമില്ലാതിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇത് ചീത്തയാകാതിരിക്കും. നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം എന്ന് മാത്രം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.